സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ എങ്ങനെയാണ് ഫസ്റ്റ് ഗിയറിട്ട് മുന്നോട്ട് ആക്സലറേഷൻ ഇല്ലാണ്ട് ക്ലച്ച് മാത്രം യൂസ് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ക്ലച്ച് കൺട്രോൾ യൂസ് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി മുന്നോട്ടെടുക്കാൻ എത്ര എളുപ്പമാണെന്ന്. വിത്തൗട്ട് ആക്സലറേഷൻ ക്ലച്ച് മാത്രം യൂസ് ചെയ്ത് എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന എങ്ങനെ വണ്ടി ഓട്ടിക്കാമെന്നാണ് ഒരു റോഡിൽ. സോ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ കഴിഞ്ഞു. എൻജിനൊക്കെ കുറച്ച് ഹീറ്റായി നിർത്തിയിട്ടുണ്ട്. എനിക്ക് പെട്രോൾ ആവശ്യത്തിന് തന്നെ ഉണ്ട്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഫസ്റ്റ് ഗിയർ ഇടുക. ഞാൻ ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഫുൾ എൻഗേജ് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ്, ഞാൻ ആക്സിലറേഷൻ യൂസ് ചെയ്ത് തന്നെ ഞാൻ വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇത് നേരത്തെ കണക്ക്. ഇപ്പം നിരപ്പായ റോഡാണ്, അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് 125cc വണ്ടി ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിക്കിപ്പം ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ബട്ട് എന്നാലും എനിക്ക് സെക്കൻഡ് ഗിയറിലോട്ട് പോകണം. ഇപ്പം ഈ സ്പീഡിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമില്ല. സോ ഒരു 10 മുകളിലോട്ട് പോയപ്പോൾ, ഇത് 125cc വണ്ടിയാണ്. സോ 10 മുകളിലോട്ട് പോയപ്പോൾ വണ്ടി ചെറുതായിട്ട് എൻജിൻ കുറച്ച് വലിക്കാൻ തുടങ്ങി. സോ ഞാൻ സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം 23 സ്പീഡിലാണ് പോകുന്നത്. സോ ആ 23 സ്പീഡിലേക്ക് പോയപ്പോൾ അടുത്ത മൂന്നാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെത്താനെ എൻജിൻ പറയുന്നുണ്ട്. സോ ഞാൻ മൂന്നാമത്തെ ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഈ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ആദ്യത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം 125cc അതിന് താഴെ ഇല്ലെങ്കിൽ 200cc നിങ്ങൾ ചെയ്യേണ്ടത് 10 വരെ ആദ്യത്തെ ഗിയർ, 20 km/h എത്തുമ്പോൾ സെക്കൻഡ് ഗിയർ, 20 km അല്ല 10 km കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുക. അത് കഴിഞ്ഞ് തേർഡ് ഗിയറാണ് 20 km/h കഴിയുമ്പോഴാണ് നിങ്ങൾ തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ 10 km വെച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 5 സ്പീഡ് മാനുവലാണ്. സോ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ റോഡുകൾക്കൊക്കെ എനിക്ക് 4th ഗിയർ വരെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. 5th ഗിയർ ക്രൂയിസ് ചെയ്യും. ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ ഒരു 70 അല്ല ഒരു 60 കഴിഞ്ഞ് ക്രൂയിസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ 5th ഗിയർ ഒട്ടുമുക്കാൽ തവണ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ എൻജിന് നല്ല വലിവുണ്ടെന്ന് കേൾക്കുമ്പോഴും, ഇല്ലെങ്കിൽ എൻജിന് ആവശ്യമുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ ഞാൻ 5th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഒട്ടുമുക്കാൽ തവണയും 4th ഗിയർ തന്നെ വളരെ വളരെ ധാരാളമാണ്. സോ ഇതാണ് എങ്ങനെ ഗിയർ എത്ര km/h ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള രീതി. സോ ഓക്കെ, ആദ്യം നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഹെൽമെറ്റാണ്. ഹെൽമെറ്റും ഗിയേഴ്സും ഒരു നല്ല ക്രൂസ് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിലൊക്കെയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു ഗിയറും കയ്യിലിടേണ്ട ഗ്ലൗസും എല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ ഞാൻ 4th ഗിയറിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ട് എൻജിൻ വലിക്കുന്നതുകൊണ്ട് എനിക്ക് 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. സോ ഞാനിപ്പോൾ എക്സ്റ്റേണൽ അല്ല, ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഹോപ്പ്ഫുള്ളി കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വേറൊരു മൈക്ക് വാങ്ങാൻ ഇപ്പം താല്പര്യമില്ല. ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചെന്ന് എഡിറ്റിംഗ് ടൈമിൽ എല്ലാം ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന ഇത്, ആദ്യത്തെ ഗിയർ നിങ്ങൾ ഇട്ട് മുന്നോട്ടെടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി മുന്നോട്ട് തന്നെ എടുക്കാൻ പറ്റും. ആക്സിലറേഷൻ കൊടുക്കേണ്ട അധികം കാര്യമില്ല. ഈ ക്ലച്ച് യൂസ് ചെയ്ത് മുന്നോട്ട് എടുത്താൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റോൾ ചെയ്യാതെ വണ്ടി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ ക്ലച്ച് കൺട്രോൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. സോ ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഹമ്പ് വരുന്നുണ്ട്. ഇത് ചെറിയ ഹമ്പായതുകൊണ്ട് എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടിക്ക് നോക്കിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് തേർഡ് ഗിയറിലോട്ട് ഇട്ടേക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് റവ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഗിയർ വണ്ടികളിലൊക്കെ ചെയ്യാം. നിങ്ങൾ ഒട്ടുമുക്കാൽ നമ്മുടെ കേട്ടിട്ടുണ്ടാവും, ചില സൂപ്പർ ബൈക്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും കേട്ടിട്ടുണ്ടാവും. സോ ഇതിന് റവ് മാച്ചിങ് ആണെന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് വേറൊരു വീഡിയോ ഇടാൻ ഒരു അട്ടയുടെ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നത്. ഒരു അട്ടയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ആക്സിഡൻ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യം. ഞാൻ
വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളെപ്പോഴും റോഡിൻ്റെ മുന്നോട്ട് വളയ്ക്കുമ്പോൾ എപ്പോഴും ആ വളവിൻ്റെ ഈ സൈഡിലോട്ട് നോക്കുക. കാരണം ഏതൊരു ജീവനും റോഡിൻ്റെ മുന്നിൽ കാണാം. പയ്യെ ഓടിക്കാൻ ശ്രമിക്കുക. ഓൾവേസ് റിമെമ്പർ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാവൂ. എൻ്റെ ഇപ്പം ഫ്രണ്ട് ബ്രേക്കിൽ സിംഗിൾ ചാനൽ ABS ഉണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് റെഗ്യുലസ് ആയിട്ട് ഡ്രൈവ് ചെയ്താലും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഈ ഫ്രണ്ട് ബ്രേക്കിൽ. ബാക്കിലൊരു ഓട്ടോക്കാരൻ വരുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് മുന്നിലോട്ട് പോയിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണെന്ന് മറന്നുപോയല്ലോ. ഇപ്പം എൻ്റെ ബാക്കിൽ ഒരു 2 ഓട്ടോക്കാർ കുറേ നേരമായിട്ട് ഫോളോ ചെയ്തു. ബാക്കിൽ വന്നിരിക്കാതിരിക്കാൻ എനിക്ക് കുറച്ച് സ്പീഡ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോകേണ്ടി വന്ന അവസ്ഥയായിപ്പോയി. സോ അതിന് സോറി. ഇപ്പോഴും ഓട്ടോക്കാർ പറ്റിയല്ലോ, കുഴപ്പമില്ല. നമുക്ക് ഞാൻ ഒരു കുറച്ച് സ്പീഡിൽ ഇടാം. ഞാൻ കുറച്ച് ഉറക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവരെ ഒന്ന് ഫ്രണ്ടിൽ കയറ്റിക്കും. സോ ഞാൻ ഇവിടെ നിർത്തിയിട്ട് വല്ല സംസാരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സോ ഇങ്ങനെയാണ് വണ്ടി മുന്നോട്ടെടുക്കുന്നത്. ഇങ്ങനെ അധികം സ്റ്റോൾ ആവാണ്ട് വണ്ടി നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ടെടുക്കണമെങ്കിൽ ഈ ക്ലച്ച് കൺട്രോൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി സ്റ്റോൾ ആവാണ്ട് ഫസ്റ്റ് കയറിയിട്ട് മുന്നോട്ടെടുക്കുന്നത് എളുപ്പമായിട്ട് തോന്നും. 125cc വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്പീഡും അതിനുള്ള പവറൊക്കെ ഉണ്ട്. സോ എനിക്ക് ഹീറോയുടെ സ്പ്ലെൻഡറിൽ അറിയത്തില്ല ഇത് ഇങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ടെടുക്കാൻ പറ്റും. ബട്ട് 125cc ഇങ്ങനെ ഇതിന് മുകളിലോട്ടൊക്കെ ഉള്ളതിൽ എളുപ്പമായിട്ട് പറ്റും. കയറ്റത്തിൽ പറ്റത്തില്ല, ഇറക്കത്തിലും ഇല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ മാത്രം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് വണ്ടി മുന്നോട്ടെടുക്കുന്നത്. എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.